മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയുടെ മൂന്നാമത്തെ സ്വഭാവം വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 33:5 20 ആണ്ടുകാലം അമ്മാവൻ ലാബാന്റെ വീട്ടിൽ പണിയെടുത്ത യാക്കോബ് സമ്പത്തുമായി ഒരു വലിയ കൂട്ടവുമായി നാട് നോക്കി വരുമ്പോൾ അണ്ണൻ ഏശാവ് അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കും, യാക്കോബേ, ഇവരൊക്കെ ആരാണ്? 11 മക്കൾ യാക്കോബിന്റെ കൂടെ ഉണ്ട്. വെറും ഒരു വടിയോട് പോയാൽ യാക്കോബിന്റെ മറുപടി, ഇതൊക്കെ എന്റെ മക്കളാണ് എന്നല്ല യാക്കോബ് മറുപടി നൽകിയത്. ഉൽപ്പത്തി പുസ്തകം 33:5 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം അടിയേന് തന്ന മക്കളാണ്. ആമേൻ. ഗാഡ് ഫസ്റ്റ്. ദൈവത്തിന് ആദ്യ സ്ഥാനം നൽകി. ആമേൻ. മക്കൾക്കല്ല ആദ്യ സ്ഥാനം, തനിക്കുമല്ല ആദ്യ സ്ഥാനം. ഇവരൊക്കെ ആരാണ് എന്ന് ജ്യേഷ്ഠൻ ചോദിച്ചപ്പോൾ 11 മക്കള് വരിയിൽ നിർത്തിക്കൊണ്ട് യാക്കോബ് പറയുന്ന മറുപടി, ദൈവം എനിക്ക് തന്നതാണ്. മാനസാന്തരപ്പെട്ട ഒരാൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ മാത്രം മുൻനിർത്തി അവൻ ജീവിക്കും. ആമേൻ. അവസാനം വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 39, 40, 41, 42 വചനങ്ങളിൽ മറിയാം യേശുവിന്റെ മുമ്പിലിരുന്ന് യേശുവിന്റെ വചനം ശ്രദ്ധിച്ചു. അപ്പോൾ കർത്താവ് അരുളി ചെയ്യും, ഇവർ നല്ലാംശം തിരഞ്ഞെടുത്ത്, ഈ മറിയ നല്ലാംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മാനസാന്തരപ്പെട്ടവൻ തിരഞ്ഞെടുക്കുന്നത് നല്ലാംശമായിരിക്കും. ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നല്ല അംശം യേശുവാണ്, യേശു ക്രിസ്തുവാണ്. മാനസാന്തരപ്പെട്ട ഒരാൾ തിരഞ്ഞെടുക്കുന്നത് യേശുവിനെ മാത്രമായിരിക്കും. ആമേൻ. സ്തോത്രയാഗമെന്നുള്ള അധരഫലം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. മൂന്നാമത് റോമർ എഴുതിയ ലേഖനം 6:22 വചനത്തിൽ വിശുദ്ധീകരണ ഫലം. നാലാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഫിലിപ്പിയർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാം വചനത്തിലെ നീതിഫലം. നീതിഫലം, വിശുദ്ധീകരണ ഫലം. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, സ്തോത്രയാഗമെന്നുള്ള അധരഫലം. ഈ 4 ഫലമും എക്കാലത്തും പുറപ്പെടുവിക്കുന്ന ദൈവ പൈതലേ, നിനക്കുള്ളതാണ് സ്വർഗം. വേദ പുസ്തകം ക്ലിയറായി നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 15:2 ഫലം പുറപ്പെടുവിക്കാത്ത കൊമ്പിന് തോട്ടത്തിന്റെ ഉടമസ്ഥൻ വന്ന് കൊമ്പിന് വെട്ടി തീയിലിടും. ഫലം പുറപ്പെടുവിക്കാത്ത പക്ഷം നമ്മുടെ മുമ്പിൽ ഉള്ളത് നരകമാണ്. ആകയാൽ തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, സ്തോത്രയാഗമെന്നുള്ള അടരഫലം, വിശുദ്ധീകരണ ഫലം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നീതിഫലം. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, പൊക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, ഓർക്കും തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ. ഓർക്കും തോറും പാർക്കും നേടാൻ കൂടെ വാഴും എന്ന് സാധ്യമോ? പാർക്കും നേടാൻ കൂടെ വാഴും എന്ന് സാധ്യമോ? ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ. യേശുവിനായി
എത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് അഗ്നി, അഗ്നി. കൈകൾ ഉയർത്തി, കൈകൾ തട്ടി, കൈകൾ ഉയർത്തി, കൈകൾ തട്ടി, കൈകൾ ഉയർത്തി, കൈകൾ തട്ടി. ആത്മാവിൽ നിറഞ്ഞ് ജീവജലവുമായി ഒരു സമ്പർക്കം. ഒരിക്കലും വറ്റാത്ത ജീവജലത്തിന്റെ ഉറവിടം ക്രിസ്തു. ആ ക്രിസ്തുവോട് മാത്രം ഒരു സമ്പർക്കം. ഒരു കൂട്ടായ്മ ആചരിച്ചാൽ ദൈവ പൈതലേ, നീ തക്ക സമയത്ത് നല്ല ഫലം പുറപ്പെടുവിക്കും. ഏതൊക്കെയാണ് ദൈവ പൈതൽ പുറപ്പെടുവിക്കേണ്ട ഫലം? സ്തോത്രയാഗം എന്നുള്ള അധരഫലം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, വിശുദ്ധീകരണ ഫലം, നീതിഫലം. ഈ ഫലം പുറപ്പെടുവിക്കാത്ത കൊമ്പിന് തോട്ടക്കാരൻ വെട്ടി തീയിലിടും. ആ സംഭവം സൂചന നൽകുന്നത് നരകമാണ്. ഫലം പുറപ്പെടുവിക്കുന്ന നിനക്ക് സ്വർഗം തിറക്കപ്പെടുന്നു, ദൈവരാജ്യം തിറക്കപ്പെടുന്നു. ആകയാൽ യേശുവോട് ചേരാത്ത സകല ദുർസ്വഭാവമും ഇന്ന് വിടുക, ഇന്ന് വിടുക, ഇന്ന് വിടുക, ഇന്ന് വിടുക. അഗ്നി ഇറങ്ങുന്നിടാ, ശുദ്ധീകരിക്കുന്ന തീ ഇറങ്ങുന്നിടാ, ശുദ്ധീകരിക്കുന്ന അഭിഷേക തീ ഇറങ്ങുന്നിടാ. പുതു ശക്തി, പുതു ശക്തി. റഗ്ഗാല ദന്ധനദബ. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുക. കൈയും കെട്ടി കണ്ണടച്ചിരുന്ന് ഉറങ്ങരുത്. രണ്ട് കൈകളും എടുത്ത് കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ആരാധിക്കുക പ്രിയമുള്ളവരെ, ആരാധിക്കുക പ്രിയമുള്ളവരെ. അഗ്നി ഇറങ്ങുന്നിടാ, അഗ്നി ഇറങ്ങുന്നിടാ, അഗ്നി ഇറങ്ങുന്നിടാ. എല്ലാരിലും, എല്ലാരിലും, എല്ലാരിലും ഹൃദയം തുറക്കപ്പെടുന്നു. സുവിശേഷത്തിന് മതിൽ പോലെ നിൽക്കുന്ന കഠിന ഹൃദയങ്ങളെ കർത്താവ് തുറക്കുന്നിട, തുറക്കുന്നിട. സ്വർഗത്തിലെ അഭിഷേക തീ ഇറങ്ങുന്നു, ശുദ്ധീകരിക്കുന്നു. നീതിയുടെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കുന്നിട. കൊണ്ടുവന്ന രോഗക്കെട്ടുകൾ പൊട്ടുന്നേ, പൊട്ടുന്നേ. കട്ടികൾ മാഞ്ഞിപ്പോകുന്ന യേശു നാമത്തിൽ. മുളകൾ തെറിക്കുന്നിട യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിക്കാൻ വിടാതെ, ആരാധിക്കാൻ വിടാതെ ബന്ധിച്ചിരിക്കുന്ന ബന്ധന കയറുകൾ അഴിഞ്ഞു വീഴുന്നേ. സുലോചന, സുലോചന, ഞാൻ ഏകയാണ് എന്ന് നിലവിളിക്കുന്നവളെ, നിന്നെ ആക്രമിച്ച് നിന്നെ മരണത്തിന് എത്തിച്ച് നിൽക്കുന്ന മാന്ത്രിക കെട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പൊട്ടിപ്പോകുന്നു. സുലോചന, God set you free. നിങ്ങളെ കർത്താവ് മോചിക്കുന്നു. ആരാണി ലൂയിസ്? ചുറ്റും നോക്കിയ ലൂയിസിന് ശത്രുക്കളെ ഉള്ളു. ദൈവം അരുളിച്ചെയ്യുന്നു, ലൂയിസേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ വലതുഭാഗത്തിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ജോലി നഷ്ടപ്പെട്ട് എത്തിയിരിക്കുന്ന എന്റെ സഹോദരനെ കർത്താവ് തൊടുന്നു. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്ലേസ്മെന്റ് ദൈവം നൽകി അനുഗ്രഹിക്കുന്നു. തന്റെ ഏക സന്താനം തന്റെ വാക്ക് മറുതലിച്ച് ജീവിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ആ തലമുറയെ തൊടുന്നു, കുറ്റബോധം നൽകുന്നു, കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു. ആമേൻ. ഡെങ്കുപനി പിടിച്ച് ശരീരമൊക്കെയും തളർന്ന് ബലഹീനതയായി എട്ടിരിക്കുന്ന അനേകരതയും തൊടുന്ന് നിങ്ങളുടെ അസ്ഥികളെ ദൈവം തൊട്ട് സൗഖ്യമാക്കുന്നുടാ. ഭയം മാറുന്നു, ആത്മാവിൽ നിറയുക. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി നിങ്ങളുടെ മേൽ, 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 നിങ്ങളുടെ മേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന സർവ നഷ്ടമും ലാഭമാക്കി തരുന്ന ദൈവാത്മാവ് നിന്റെ മേൽ. നീ അനുഭവിക്കുന്ന സകല അപമാനമും മാനമാക്കി നൽകുന്ന ദൈവാത്മാവ് നിന്റെ മേൽ. നീ നഷ്ടപ്പെട്ട സകല ആത്മീയ ഭൗതിക സമ്പത്തും ലാഭമാക്കി തരുന്ന ദൈവാത്മാവ് നിന്റെ മേൽ. ആമേൻ.
മാന്ത്രിക കെട്ടുകളിൽ പെട്ട് മുമ്പോട്ട് പോകുവാൻ മാർഗമില്ലാതെ വീർപ്പ് മുട്ടി നിലവിളിക്കുന്ന വ്യക്തികളെ ദൈവാത്മാവിന്റെ അഗ്നി അഭിഷേക തീ ഇപ്പോൾ കട്ടുന്നു നിന്റെ മേൽ. തീ 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 അഭിഷേക തീ. ഡൈവേഴ്സിന് കേസ് കൊടുത്ത് പേപ്പറും കൊടുത്ത് ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ള നിലവിളിയോട് ആത്മഹത്യ മുമ്പിൽ കണ്ട് എത്തിയിരിക്കുന്ന 2 യുവതികളെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ഐക്യതയുള്ള കുടുംബജീവിതം, സമാധാനമുള്ള കുടുംബജീവിതം ദൈവം നൽകുന്നേ. രഗാലദണ്ഡനദ ബലജാരാശാലദണ്ഡനദബ ലഞ്ജനാശകാലദണ്ഡനദ കൃപ 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 ദൈവ കൃപ ദൈവ കൃപ നിങ്ങളുടെ മേൽ എല്ലാരിലും. യേശു അത്തിവൃക്ഷത്തിന്റെ അടുത്ത് പോയി ഇലവുള്ളത് കണ്ട് ഫലമില്ല എന്ന് യേശു അത്തിയെ ശപിച്ചു. ഒരു അത്തി മരം എക്കാലത്തും ഫലം പുറപ്പെടുവിക്കേണ്ടതാണ്. തലക്കനി, താമസിച്ചുള്ള ഖനി, തക്ക സമയത്ത് ഖനി. ജീവ നദിയുമായി സമ്പർക്കമുണ്ടെങ്കിൽ നീ എക്കാലത്തും ഫലം പുറപ്പെടുവിക്കും. പൊട്ടക്കിണറ്റിന്റെ അടുക്കൽ പോയി കൂട്ടാമാചരിച്ചാൽ എക്കാലത്തും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. എന്റെ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവത്തിന് നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ. അവൻ ആത്മാവാണ്, അവൻ കത്തുന്ന തീയാണ്. അവനുമായി ഒരു കൂട്ടായ്മ എങ്കിൽ നീ ഫലം പുറപ്പെടുവിക്കും. നിന്റെ ഫലത്താൽ നീ ദൈവ പൈതലെന്ന് ലോകം തിരിച്ചറിയും. യേശു അത്തിമര ചുവട്ടിൽ വന്ന്, പ്രിയമുള്ളവരെ, അത്തിമരത്തിന്റെ നേച്ചർ എല്ലാരും ശ്രദ്ധിക്കണം. ഒന്ന്, പൂ പൂക്ക തുടങ്ങുമ്പോൾ തന്നെ ഇലകൾ വീഴും. അട്ടിമരത്തിൽ പൂ പൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഇലകൾ വീഴും. പൂവ് കായാകുമ്പോൾ ഇലകൾ തുളിർക്കാൻ തുടങ്ങും. പൂ പൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇലകൾ വീഴും. പൂത്ത പൂവ് കായാകുമ്പോൾ തന്നെ ഇലകൾ തിളിർക്കും. ആ അട്ടിക്കാ പഴുക്കുമ്പോൾ തന്നെ മരം നിറച്ച് ഇലകൾ കാണും. യേശു കണ്ടത് ഇലകൾ മാത്രം. ഒരു അത്തിമരത്തിൽ ഇലകൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ അവിടെ പഴമും ഉണ്ടാകണം. അത് മസ്റ്റാണ്. അതാണ് ഡ്യൂ സീസൺ, തക്ക സമയം. തക്ക സമയത്താണ് ദൈവം മരത്തെ കണ്ടത്. ഇലകൾ ഉണ്ടാകണമെങ്കിൽ ഫലമും അഥവാ അത്തിപ്പഴങ്ങളും അവിടെ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, അത് ഇല്ല എങ്കിൽ ഫലം ഇല്ലാത്ത വൃക്ഷമാണ് അത്. ഇല ഉണ്ട്, ഫലം ഇല്ല. തീത്തോസ് ലേഖനം 1:16 നമ്മ പഠിപ്പിക്കുന്നു, ചില മനുഷ്യർ പ്രവൃത്തിയാൽ യേശുവിനെ നിഷേധിക്കുന്നവർ. ആ കൂട്ടത്തിലാണ് ഈ അത്തിമരം. കാണുമ്പോൾ ക്രിസ്തുദാസ് എന്ന് പേരുണ്ട്, പക്ഷെ ഉള്ളിൽ ക്രിസ്തു ഇല്ലല്ലോ, ഫലം പുറപ്പെടുവിക്കുന്നില്ലല്ലോ. ഇല ഉണ്ടെങ്കിൽ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകണം. യേശു നോക്കിയപ്പോൾ ഫലമില്ല. എങ്ങനെ ഫലമുള്ളവരായി മാറുക? വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മത്തായി സുവിശേഷം 13:23 നല്ല നിലത്തു വീണ വിത്ത് ഫലം കൊടുക്കും. വിത്ത് വീണത് നല്ല നിലമാണെങ്കിൽ അവിടെ ഫലമുണ്ടാകും. നല്ല നിലം ഇവിടെ സൂചന നൽകുന്നത് നല്ല ഹൃദയമാണ്.
ആമേൻ. ഹൃദയം പലതരത്തിൽ ഉണ്ട്. ഒന്ന് കഠിന ഹൃദയം. ഫറവോന്റെ ഹൃദയം കഠിന ഹൃദയം. ലൂദിയുടെ ഹൃദയം തുറന്ന ഹൃദയമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:14, റോമർ 10:17 വിശ്വാസത്താൽ നിറഞ്ഞ ഹൃദയങ്ങളുമുണ്ട്. എബ്രായർ 3:12 അവിശ്വാസത്താൽ നിറഞ്ഞ ദുഷിച്ച ഹൃദയങ്ങളുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 5:3 സാത്താൻ കൈയടച്ച് വച്ചിരിക്കുന്ന വ്യാജ ഹൃദയങ്ങളുമുണ്ട്. സദൃശവാക്യം 23:26 തന്റെ ഹൃദയം പൂർണ്ണമായി യേശുവിന് ഏൽപ്പിച്ചു കൊടുത്ത നല്ല ഹൃദയങ്ങളുമുണ്ട്. ആ നല്ല ഹൃദയത്തിൽ വിത്ത് വീണാൽ അവിടെ നല്ല ഫലമുണ്ടാകും. ആകയാൽ പ്രിയമുള്ളവരെ, യേശുവിൽ ജീവിക്കുക. യോഹന്നാൻ 15:4 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിൽ വസിക്കുക. ഹൃദയം പേക്ക് കൊടുക്കരുത്, രാജാവിന് കൊടുക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നു, എന്റെ മകനെ, എന്റെ മകള്, നിന്റെ ഹൃദയം എനിക്ക് തരിക. ആമേൻ. അത് നല്ല ഹൃദയമാണ്. നല്ല ഹൃദയത്തിൽ അവൻ വന്ന് വാസം ചെയ്യും. അവൻ വാസം ചെയ്യുമ്പോൾ നീ ക്രിസ്തുവിൽ വാസം ചെയ്യും. യോഹന്നാൻ 15:4 ആ വാസം, ആ അനുഭവത്തോട് നിന്റെ ജീവിതം തീർന്നു പോകരുത്. കൊലോസിയർ 1:10 നമ്മെ പഠിപ്പിക്കുന്നു, നിന്നിൽ വാസം ചെയ്യുന്ന സർവശക്തനായ യേശുവിൽ ദൈവ പൈതലേ നീ വളരണം. എങ്കിൽ നിന്നിൽ നല്ല ഫലമുണ്ടാകും. നീ പുറപ്പെടുവിക്കുന്ന ഫലം വച്ചുകൊണ്ട് സമൂഹം നിന്നെ ദൈവ പൈതലെന്ന് കാണും. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, കൺകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 20 ആണ്ടുകളായി. ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞുങ്ങൾ മാത്രം, മക്കളില്ലാത്തവർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞുങ്ങൾ മാത്രം കൊണ്ടിരുത്തി കൂട്ടായ്മ ഇവിടെ നടത്തിയാൽ ഇതേക്കാൾ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാകും. അത്തരം മിറക്കിൾസ് ആണ് ഇവിടെ ദൈവം ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ തട്ടേണ്ട, നിന്ന് വിചാരിച്ചാൽ മതി, അത്ഭുതങ്ങൾ നടക്കും. ദാറ്റ് ഈസ് മിനിസ്ട്രി. അതാണ് അത്ഭുതം. ഇവിടെ ലാബാൻ എന്നുള്ളൊരു പെന്തക്കോസ്ത് സഹോദരൻ കൊല്ലത്തിൽ നിന്ന് കടന്നു വരും. ലാബാൻ വന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കാമോ? മിസ്റ്റർ ലാബാൻ. ലാബാൻ ലാബാൻ കൊല്ലം, ഇദ്ദേഹത്തിന്റെ ഏക മകൾ. കൊല്ലം ലോകം അറിയപ്പെടുന്ന ഒരു ഹൈടെക് ആസ്പത്രിയിൽ ബോംബെയിൽ BSc നഴ്സിംഗ് ആണ്. പെട്ടെന്ന് രോഗം മൂർത്ത്. ഇവൾ പ്രാന്തി എന്ന് ആസ്പത്രിയുടെ ജനറൽ വാർഡ് കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. കട്ടിലിന്റെ കാലിൽ ലാബാന്റെ മകളെ, ഇവൾ പ്രാന്തിയാണ് എന്ന് കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു. പെറ്റാപ്പൻ അവിടെ പോയി നിന്ന് തകർന്ന് പ്രയർ ഗാർഡൻസ് നിലവിളിച്ച് ഇവിടെ നിന്ന് കർത്താവിന്റെ അഭിഷക്തി കരഞ്ഞ്, യേശുവേ ആ മകളെ തൊടണമേ. യേശു അവിടെ തൊട്ടു. പയറുപോലെ ഇവിടെ സാക്ഷി പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്. പയറുപോലെ ഇവിടെ മലപ്പുറത്തിൽ നിന്ന് ഒരു ടീച്ചർ കുടുംബമായി വന്നിട്ടുണ്ട്. മലപ്പുറം CSIയിലുള്ള സഹോദരൻ എഴുന്നേൽ ടീച്ചർ കുടുംബം വന്നിട്ടുണ്ടെങ്കിൽ കുടുംബം എഴുന്നേൽക്കുക. ഇവരുടെ മകൾ മിസ്റ്റർ വത്സലൻ, ഇവരുടെ മകൾ ഒരു ഡെന്റൽ സർജനാണ്. അവർ വന്നിട്ടുണ്ട്.
മലപ്പുറം CSIയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ മകളുടെ അവസ്ഥ ക്ലിയറായി കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അടുത്തു പോയി വിഷയം കേട്ടില്ല, തലയിൽ തൊട്ട് 2 അടിയടിച്ചില്ല. CSI പുൽപ്പിറ്റ് ഞായറാഴ്ച ആരാധനയിൽ ഈ മകളുടെ പേര് കർത്താവ് വെളിപ്പെടുത്തി. നിങ്ങളെ കാർന്ന് തില്ലുന്ന അലർജി രോഗം ദൈവം ഇതാ എടുത്തു മാറ്റുന്നു. അപ്പോൾ ശപിക്കാം. ഇരിക്കാം. അവരൊരു ഡെന്റൽ സർജറാണ് മാംഗ്ലൂരിൽ. ഇവിടെ നമ്മുടെ നാട്ടിലൊരു 3.5 അടി ചെറുപ്പക്കാരനുണ്ട്. 3.5 അടി കാണും ചായ്ക്കോട്ടുകോണത്തിൽ നിന്ന്. ഇവൻ മരപ്പണിയാണ് ജോലി. ഇവൻ വീട്ടിന്റെ മുകളിൽ മരപ്പണി ചെയ്യുമ്പോൾ വീണ്. നിങ്ങൾക്കറിയാം, മിച്ചം കിട്ടത്തില്ല. കൂടെ നിന്ന് ജോലി ചെയ്യുന്നവർ തൂക്കിക്കൊണ്ട് നമ്മുടെ അടുത്തുള്ള നല്ല ഒരു ആസ്പത്രിയിൽ കൊണ്ടിട്ട് 8 ദിവസം മരണം. അപ്പനും അമ്മയും നാട്ടിലുള്ളവരും പഞ്ചായത്ത് മെമ്പറും MLAയും വന്ന് കരയാൻ തുടങ്ങി. ഒരു മരക്കഷ്ണം കൊണ്ടിട്ടതുപോലെ, മരക്കഷ്ണം, ജീവനില്ല. അപ്പോൾ ഡോക്ടർമാർ അവസാനം വിധി എഴുതി, ഇവൻ മരിച്ചു പോകും. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ രാത്രിയോട് രാത്രി ഡിസ്ചാർജ് ചെയ്ത് അയച്ചു. മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ്, ഇവൻ 2 മണിക്കൂർ ഇവന്റെ ശ്വാസം പോകും. കൊണ്ടുവന്നതിൽ ധൈര്യമുള്ളവർ ഇരുന്ന് ഇവനെ മൂക്കിൽ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത്, എന്റെ മോനെ എനിക്ക് കിട്ടത്തില്ല. അർദ്ധരാത്രി അവിടെ നിന്ന് ഞങ്ങളുടെ പ്രേയർ ഹാളിൽ ഫോൺ ചെയ്ത് സിസ്റ്റർ പ്രാർത്ഥിച്ച്, മരണമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഇപ്പോൾ അനുവദിക്കരുതേ. അവന്റെ പൊക്കം 3.5 അടിയാണ്. വീണപ്പോൾ കാലാടി അതിലും കുറഞ്ഞു. ഇപ്പൊ 3.25 അടിയാണ്. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച സെക്കൻഡിൽ സ്വർഗം അവന്റെ ജീവനെ തിരികെ കൊടുത്തു. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും എന്നും ഞാൻ എന്റെ പ്രിയനായി, പാടും എന്റെ പ്രിയനായി. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. 6 ഹോശിയ 10 1 വചനം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങൾ വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഫലമില്ല മുന്തിരിവള്ളി. അവൻ തനിക്ക് വേണ്ടി ഫലം കായ്ക്കുന്നു. ആമേൻ. He is bearing fruit to himself. ഫലം കായ്ക്കണമോ? നിന്റെ സമ്മർഗം ജീവജലത്തോടായിരിക്കണം, ക്രിസ്തു. എങ്കിൽ മാത്രമേ ഫലം വരത്തുള്ളൂ. എന്തു ഫലം? എക്കാലത്തും ഫലം. അത്തിമരത്തിന് ഡ്യൂ സീസണിൽ മാത്രമല്ല, എക്കാലത്തും. ഇല മാത്രമല്ല, ഇല ഉണ്ടെങ്കിൽ അവിടെ ഫലം ഉണ്ടായിരിക്കണം. ഡ്യൂ സീസൺ, ബിഫോർ സീസൺ, ആഫ്റ്റർ സീസൺ, എക്കാലത്തും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, സ്തോത്രയാഗമെന്നുള്ള അധരഫലം, വിശുദ്ധീകരണ ഫലം, നീതിഫലം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. എങ്കിലേ സ്വർഗത്തിൽ ചെന്ന് എത്തുകയുള്ളൂ. അല്ലെങ്കിൽ കൊമ്പിനെ വെട്ടി അവൻ തീയിലിടും. 2 ചില മുന്തിരിവള്ളി തനിക്ക് തന്നെ ഫലം കായ്ക്കുന്ന കൊമ്പുകളാണ്. ഇസ്രായേൽ ഫലമില്ല മുന്തിരിവള്ളി. അവൻ തനിക്ക് വേണ്ടി ഫലം കായ്ക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ലൂക്കോസ് സുവിശേഷം 12-15 വചനം മുതൽ ഒരു ഭയങ്കര മർമ്മം യേശു കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ ജീവന്റെ ആധാരം വസ്തുവകയല്ല, 4 ചക്രമല്ല, യേശുവാണ്.
ആകയാൽ പ്രിയമുള്ളവരെ, ദൈവ വിഷയമായി സമ്പന്നർ ആയിക്കൊള്ളുക. ദൈവ വിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം അതോഹരി. മരണം എപ്പോൾ വേണമെങ്കിലും വരാം. ഇന്ന് രാത്രി ചിലപ്പോൾ മരണം വരാം, ഇപ്പോൾ വേണമെങ്കിൽ മരണം വരാം. ആകയാൽ ദൈവ വിഷയമായി സമ്പന്നരാകുവേൻ. തനിക്ക് തന്നെ ഫലം പുറപ്പെടുവിക്കുന്ന കടി അതിദയനീയമായിരിക്കും. ക്രിസ്തു വിഷയമായി, ദൈവ വിഷയമായി സമ്പന്നൻ ആയിക്കൊള്ളുക. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാരും നോക്കുന്നത്. മുന്തിരിവള്ളി സ്വയം അതിന് വേണ്ടി ഫലം പുറപ്പെടുവിച്ചാൽ മറ്റവർക്ക് എന്ത് പ്രയോജനം? ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 31-ാം വചനത്തിൽ മുറിവേറ്റ് കിടന്നവന് മറികടന്നു പോയ പുരോഹിതൻ ആർക്കും പ്രയോജനമില്ലാത്തവൻ. കയീനേ, നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി 4:9 സ്വർഗത്തിലെ ദൈവം ചോദിച്ചപ്പോൾ ഞാൻ അവന്റെ കാവൽക്കാരനോ എന്ന് ഉത്തരം നൽകിയ കയീൻ സ്വന്തം സഹോദരന് പോലും പ്രയോജനമില്ലാത്തവൻ. ജോസേഫിനെ നോക്കുക, യാക്കോബിന്റെ മരണക്കിടക്കയിൽ കിടന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 49:22 വചനത്തിൽ തന്റെ മക്കൾ എന്താകുമെന്ന് ദൈവാത്മാവ് നൽകിയ പ്രവചനം ജോസേഫിനെ കുറിച്ച് യാക്കോബ് നൽകുന്നത് ഇപ്രകാരം. ഉൽപ്പത്തി പുസ്തകം 49:22 ജോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനകരെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ജോസേഫ് എന്നുള്ള ദൈവഭക്തൻ എന്നുള്ള കൊമ്പുകൾ തനിക്ക് മാത്രം ഫലം പുറപ്പെടുവിക്കുന്നത് അല്ല, ഈ കൊമ്പ് മതിലിന്മേൽ പടരുന്ന കൊമ്പാണ്, എല്ലാവർക്കും പ്രയോജനമുള്ളത്. ജോസേഫ് എന്നുള്ള ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രയോജനമുള്ളവൻ. 17-ാം വയസ്സിൽ ഉൽപ്പത്തി 37:2 സ്വന്തം ജ്യേഷ്ഠന്മാർക്ക് പ്രയോജനമുള്ളവനായിരുന്നു. ഉൽപ്പത്തി 39:9 തന്റെ മാസ്റ്റർക്ക് പ്രയോജനമുള്ളവനായിരുന്നു. ഉൽപ്പത്തി 40:13 ജയിലിൽ നീതിക്ക് വേണ്ടി അവൻ ജീവനോട് സാക്ഷിയായി നിന്ന്. ഉൽപ്പത്തി പുസ്തകം 41:34 ഈജിപ്ത് രാജ്യത്തിന് വേണ്ടി അവൻ പ്രയോജനമായിരുന്നു. മൊത്തത്തിൽ സഹോദരങ്ങളെ, അവൻ മറ്റവർക്ക് പ്രയോജനമുള്ളവൻ. മറ്റവർക്ക് പ്രയോജനമായി ജീവിക്കുമ്പോൾ ഒരു നാളിക പോലും അവൻ ദൈവത്തെ മറന്ന് ജീവിച്ചില്ല. നിന്നെയും എന്നെയും ക്രിസ്തീയ കോളത്തിലാക്കിയിരിക്കുന്നത് ദൈവത്തെയും സമൂഹത്തെയും മറന്ന് ജീവിക്കുവാനല്ല, നാം മറ്റവർക്ക് പ്രയോജനം ഉള്ളവരായി ഇരിക്കണം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാഴിനോ ഓ ഏറ്റമാട് തായടെ നീക്കത്ര ആനന്ദോ ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഓ ഏറ്റമാട് തായടെ നീക്കത്ര ആനന്ദോ എന്റെ ഒന്ന് കാണുവാൻ എന്റെ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴോ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. അവസാനം യോഹന്നാൻ 15:8 വചനം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഫലം കായ്ക്കാത്ത കൊമ്പുകൾ തനിക്ക് തന്നെ ഫലം കായ്ക്കുന്ന കൊമ്പുകൾ അവസാനം
ദൈവം നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വളരെ നല്ല ഫലം കായ്ക്കുന്ന കൊമ്പുകൾ. നീയും ഞാനും ഈ ഭൂമിയിൽ ദാനമായി തന്നെ ഈ കുറിയ ആയുസ്സിൽ നല്ല ഫലം പുറപ്പെടുവിച്ചാൽ സമൂഹം നിന്നെ തിരിച്ചറിയും, ഇവൻ യേശുവിന്റെ പൈതലാണ്. രണ്ടാമത് പിതാവാം ദൈവം മഹത്വപ്പെടുന്നു. ഞാൻ ഈ പറയുവാൻ പോകുന്ന ചില കാര്യങ്ങൾ വളരെ കീനായി ശ്രദ്ധിച്ച് കേൾക്കണം. നിന്നെയും എന്നെയും കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ? നമ്പർ 1 കൊരിന്ത്യർ 6:19-20 വചനങ്ങളിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യേശു ക്രൂശിൽ ചെറിഞ്ഞ് മലിനമില്ലാത്ത ജീവനുള്ള രക്തത്താൽ നിന്നെയും എന്നെയും വിലയ്ക്ക് വാങ്ങി. അവൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നീയും ഞാനും, നീ നിനക്കുള്ളവൾ അല്ല, നീ നിനക്കുള്ളവൻ അല്ല, ഞാൻ എനിക്കുള്ളവൻ അല്ല, ഞാനും നിങ്ങളും നമ്മുടെ രക്ഷിതാവിന് ഉള്ളവരാണ്. ആ കാര്യം മറന്നു പോകരുത്. എന്തിന് നിന്നെയും എന്നെയും വിലയ്ക്ക് വാങ്ങി? നമ്മിൽ ദൈവാത്മാവിനെ നിറയ്ക്കുവാൻ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യേശുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവപൈതലേ, അന്നു മുതൽ നീ നിനക്കുള്ളവനല്ല, നീ പരിശുദ്ധാത്മാവിന്റെ പാർപ്പിടമാകുന്നു. ആമേൻ. നിന്റെ ശരീരത്തിൽ 3 ഘടകങ്ങൾ ഉണ്ട്. ഉൽപ്പത്തി 2:7, 2 കൊരിന്ത്യർ 4:16, 1 ദശമലവം 5:23, യാക്കോബ് 2:23 വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ശരീരം, ആത്മാവ്, പ്രാണൻ, ഇത് 3ഉം ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. ചിലരുടെ ശരീരം ഇവിടെയാണ്, ഉള്ളു ബാലരാമപുരം കള്ളുക്കടയിലാണ്. ഉണ്ട് ഇതിന്റെ അകത്ത് വിദ്വാൻമാർ. ചിലരുടെ ശരീരം ഇവിടെയാണ്, നിന്റെ ഉള്ളു വേശ്യാ സ്ഥലത്തിലാണ്. വ്യക്തികൾ ഇതിന്റെ അകത്ത് ഉണ്ട്. ചിലരുടെ ശരീരം ഇവിടെയാണ്, ചിലരുടെ ഉള്ളു മമ്മൂട്ടി, മോഹൻലാൽ സിനിമ, പുതിയ പടങ്ങളിലാണ്. ജീവിതം നേരെയാക്കിക്കൊള്ളുക, അല്ലെങ്കിൽ മരണക്കയർ. ആത്മാവ്, ശരീരം, പ്രാണൻ, ഇതാണ് ഹോൾ പേഴ്സണാലിറ്റി. ഇത് 3ഉം ഒന്നായി ഏകാഗ്രഹൃദയത്തോട് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മനസ്സ് പോകുന്ന സ്ഥലത്ത് കണ്ണ് പോകും, കണ്ണ് പോകുന്ന സ്ഥലത്ത് നിന്റെ കാല് പോകും, കാല് പോകുന്ന സ്ഥലത്ത് നിന്റെ ഉടൽ പോകും, ഉടൽ പോയ സ്ഥലത്ത് നിന്റെ എല്ലാം പോകും. അതുകൊണ്ട് 1 കൊരിന്ത്യർ 6:20 നിന്റെ ഉടൽ കൊണ്ടും നിന്റെ ദേഹം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക. രണ്ടാമത് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 5-6 വചനങ്ങൾ വായിക്കാം. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് സഭയെ, കൂട്ടായ്മയെ, പള്ളിയെ, കൂട്ടായ്മയെ നിങ്ങൾ ഐക്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോട് ഒരു വായിനാൽ മഹത്വം. ഒരു പള്ളിയിൽ 1000 മനസ്സ്, 1000 പേർ ഉണ്ടെങ്കിലും ഒരു മനസ്സായിരിക്കണം. ഹല്ലേലൂയ. ഒരു കൂട്ടായ്മയിൽ 1000 വ്യക്തികൾ ഉണ്ടെങ്കിലും പൗലോസ് എഴുതുന്ന ഒരു മനസ്സ്, ഒരു വാ. ഇന്ന് 10 പേരുണ്ടെങ്കിൽ 100 വായാണ്, 100 വായാണ്. നാശം. ഒരു വാ, സഭയിൽ ഒരു വാ, കൂട്ടായ്മയിൽ ഒരു വാ ഉണ്ടെങ്കിൽ ആ സഭ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം 5:16 സൽപ്രവൃത്തിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്ന സങ്കീർത്തനം 22:3 യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ, യഹോവ ഭക്തന്മാരെ അവനെ മഹത്വപ്പെടുത്തുവിൻ. സ്തുതിക്കുന്നത് മുഖാന്തരം ദൈവം മഹത്വപ്പെടുന്നു.
അവസാനം നാം വായിച്ച ഈ വചനത്തിൽ യോഹന്നാൻ 15:8 നിങ്ങൾ വളരെ ഫലം പുറപ്പെടുവിച്ചാൽ ദൈവം മഹത്വപ്പെടുന്നു. ആമേൻ. ശാസന, ശിക്ഷ, ശോധന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിന്നെ ചെത്തി വെടിപ്പാക്കുവാൻ. ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പിന് എന്റെ നാഥൻ ചെത്തി വെടിപ്പാക്കുന്നു. ഫലം പുറപ്പെടുവിക്കാത്തതിനെ വെട്ടി തീയിലിടുന്നു. ചെത്തി വെടിപ്പാക്കുക എന്നുള്ള ശോധന, അല്ലെങ്കിൽ സാധന, അല്ലെങ്കിൽ ശിക്ഷ, അല്ലെങ്കിൽ പരിശോധന, കഷ്ടത, രോഗം, ഏകാന്തത ദൈവസ്ഥലത്ത് നിനക്ക് വരുന്നുവോ, നിന്നെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കൊമ്പായി മാറ്റുവാൻ വേണ്ടിയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച ദിവസങ്ങളിൽ ഒരേ ഒരു കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രശംസിച്ച് യോഹന്നാൻ 8:16 യോഹന്നാൻ 16:32 I am not alone. Even my Father will not let me alone. ഞാൻ ഏകനല്ല, എന്റെ പിതാവ് എന്നെ തനിയെ വിടുകയില്ല. എപ്പോഴും പ്രശംസിച്ച് ആ പിതാവും അവസാനം യേശുവിനെ കൈവൊഴിഞ്ഞ് ഇവൻ ഒറ്റയ്ക്ക് കുരിശിൽ കിടന്ന് നാട് മുഴുവതും ഇരുട്ട്. മർക്കോസ് 15:34 സങ്കീർത്തനം 22:1 എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ടത് എന്ത്? ദൈവത്താൽ കൈവിടപ്പെട്ടവൻ നല്ല ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നത് പോൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ സഹിക്കുന്ന ഏറ്റവും വലിയ കഷ്ടത, ഏകാന്തത, കൈവിട്ട ക്രിസ്തു നിലവിളിക്കുന്ന ഇന്ന് ആ ക്രിസ്തു മുഖാന്തരമാണ് ഈ ഭൂമിയിൽ നമുക്ക് നല്ല ഫലം ലഭിക്കുന്നത്. യോഹന്നാൻ 14:13 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ നീ അപേക്ഷിക്കുന്നത് ഒക്കെയും നിനക്ക് ലഭിക്കും, നല്ല ഫലം ലഭിക്കും. നമുക്ക് എഴുന്നേൽക്കാം, കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. വാ തുറന്ന് ദൈവത്തെ സ്തുതിപ്പേ. യേശുവിന് നന്ദി പറയുവേ. കർത്താവിനെ സ്തുതിപ്പേ. അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഭിഷേക തീ ഇറങ്ങുന്നു. ആമേൻ. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. കൈകൾ ഉയരട്ടെ. കൈകൾ, എല്ലാവരുടെ കൈകളും ഉയരട്ടെ. അങ്ങുമിങ്ങ് നോക്കി അലസതയോട് ആരും നിൽക്കരുത്. ഉള്ളിൽ ചൂടോട്, ഉള്ളിൽ ചൂടോട്. യേശുവേ, യേശുവേ, യേശുവേ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് കരയുക, വാ തുറന്ന് വിലപിക്കുക. യേശുവേ, കേട്ട വചനം നീ മറക്കല്ലേ, നീ മറക്കല്ലേ. ദൈവാത്മാവ് നിനക്ക് വിളമ്പിയ വചനം നീ മറക്കല്ലേ. ഉള്ളിൽ സംഗ്രഹിക്കുക, ഉള്ളിൽ സംഗ്രഹിക്കുക. ആമേൻ, ആമേൻ. നന്ദി, 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 നന്ദി. കൈകൾ ഉയർത്തി കൈകളെ തട്ടി. ആമേൻ. ജീവജലമായി ഉള്ള സംവർഗം നിന്നിൽ ഫലമുണ്ടാക്കും. ജീവജലമായി ഉള്ള സംവർഗം ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ ഫലമുണ്ടാക്കും. ആമേൻ. പേയോടും പൊട്ടക്കിണറ്റോടുമുള്ള സംവർഗം നിന്റെ ജീവിതത്തിൽ മരണ കയറ് കൊണ്ടുവരും. യേശു ഒഴികെ നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കൈകളെ ഉയർത്തി നിലവിളിച്ചാട്ടെ. യേശുവേ, യേശുവേ. എല്ലാരും യേശുവേ. കൈകളെ ഉയർത്തി കൈകളെ തട്ടുക.
യേശുവേ എന്റെ ഉള്ളിൽ വരണമേ, എന്റെ ഹൃദയത്തിൽ വരണമേ. യേശുവേ എന്റെ ഉള്ളിൽ വരണമേ. അഗ്നി വ്യാപരിക്കുന്നത്, അഗ്നി വ്യാപരിക്കുന്നത്, അഗ്നി വ്യാപരിക്കുന്നത്. നിന്നെ പിടിച്ച് അലട്ടുന്ന ബലഹീനത, നിരാശ, മരവിപ്പ്, ബന്ധനം, മന്ദത, മാന്ത്രിക കയറുകളുടെ ബന്ധനം ഇപ്പോൾ വിട്ടുമാറുന്നു. സഡൻ ഹീലിംഗ്, സഡൻ ഹീലിംഗ് ഇപ്പോൾ വിട്ടുമാറുന്നു, ഇപ്പോൾ വിട്ടുമാറുന്നു. യുവാക്കളോട് ദൈവം കനിയുന്നു, യുവാക്കളോട് ദൈവം കനിയുന്നു. പഠിക്കാൻ മനസ്സില്ല, പഠിക്കാൻ മനസ്സില്ല. അപ്പൻ അമ്മ പറയുന്നത് കയ്പും ലോകം പറയുന്നത് മധുരമും. ദൈവം രൂപാന്തരത്തിന്റെ ശക്തി എന്റെ അനുജത്തിമാരിൽ ഇപ്പോൾ ഇടുന്നതാ, ഇറക്കുന്നതാ. അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു. അഭിഷേക തീ ഇറങ്ങുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെൻഷൻ പണം ലഭിക്കുവാൻ തടസ്സമായി നിലവിളിക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി, രണ്ടുപേരുടെ കാര്യത്തിലും കർത്താവ് ഇതാ ഇടപെടുന്നു. നിനക്ക് വരേണ്ട വരുമാനം തടഞ്ഞു വച്ചിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ മരണ ഭയം ദൈവം അയക്കുന്നു. അത്ഭുതം, അത്ഭുതം, അത്ഭുതം. തീ ഇറങ്ങുന്നിട. ഗർഭത്തെ തടസ്സപ്പെടി വച്ചിരിക്കുന്ന മുളകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തെറിക്കട്ടെ. ഒരു തലമുറ ലഭിക്കാതെ വീണിരിക്കുന്ന ശാപം മാറി അതിന് തക്ക രീതിയിലുള്ള അനുഗ്രഹം കുടുംബത്തിൽ ഇതാ ഇറങ്ങുന്നു. മക്കൾ ഇല്ലാത്തവരെ പ്രത്യേകിച്ചും സ്വർഗത്തിലെ ദൈവത്തിന്റെ കാരുണ്യം തൊടുന്നിടോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ, വിടുതൽ. സാമ്പത്തിക ബുദ്ധിമുട്ട്, കടൻ ഭാരം, നിലവിളി, അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഉള്ള ദൈവമക്കൾ കൈ ഉയർത്തി നിലവിളിച്ചാട്ടെ. എന്റെ ദൈവം കാണട്ടെ, എന്റെ ദൈവം അങ്ങ് കനിയണമേ, എന്റെ ദൈവം ഈ മക്കളോട് കനിയണമേ, ഈ ജനത്തോട് കനിയണമേ. റഗ്ഗാലദൻ, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. റഗ്ഗാലദൻ ധനദബല ശാലദ റഗ്ഗാലദൻ ധനദബ ലഞ്ജന ഷഗാലദൻ ധനദബര ബര 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 ഖാലദൻ ധനദബ. ടി 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 Orila bara hasi jaduri kalbar rela bara bara asala bara rela bara bara asi kalbar rela bara bara orila bara re kalbar rela bara bara orila bara re kalbar rela bara bara asala bara rela bara bara orila bara re kalbar rela bara bara asala bara re kalbar rela bara bara asila bara asi jaduri മഹത്വത്തിൻ രാജ നിന്റെ മുമ്പിൽ, നിന്റെ കണ്ണിലേക്ക് വിടുതൽ, നിന്റെ പ്രശ്നങ്ങൾക്കൊരു അത്ഭുതം. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം നിന്റെ മേൽ ഇറങ്ങുന്നേ. തീ ഇറങ്ങുന്നു. കൊടുങ്കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെ. നന്ദി, 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 നന്ദി. തീ 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 തീ. ആരാധിക്കുക. നോക്കി നിൽക്കല്ലേ, നോക്കി നിൽക്കല്ലേ. നീ കൊണ്ടുവന്ന ശാപം മുറിയുന്നു, നീ കൊണ്ടുവന്ന രോഗം മാറുന്നു, നീ കൊണ്ടുവന്ന വേദന മാറുന്നു. യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില്. വീണ്ടും നീ നോക്കി നിൽക്കരുത്. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക, ആത്മാവിൽ നിറയുക. കൃപ 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 ദൈവ കൃപ. ഈ വാരിടിയിൽ വണ്ടീരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ.
വാരിടിയിൽ വണ്ടീരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ, ഗാനം പാടി ഞാൻ നാട്ടിലെത്തുമേ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവ് കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. വാ തുറന്ന് പാടുക. ഇക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, നാട്ടിൽ ഞാൻ കൂട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷമം പൂകുമ്പോ ഗാന്ധി നാറുമ്പോ, ക്ഷമം പൂകുമ്പോ ഗാന്ധി നാറുമ്പോ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻകൃപയിൽ ആശ്രയിക്കും. രോഗത്തോട് വന്നവർ ഇടത് കൈ ഉയർത്തി വലത് കൈ രോഗത്തിൽ പതിച്ചുകൊള്ളുക. മറ്റവർക്ക് വേണ്ടി രോഗം വിടുതലിനായി പ്രാർത്ഥിക്കുവാനെത്തിയവർ രണ്ട് കൈകളും ഉയർത്തുക. അതോടൊപ്പം ഏത് വിഷയത്തിനായി നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ വാ തുറന്ന് ആ വിഷയം യേശുവിന്റെ പാദത്തിൽ ചൊരിയുക, ചൊരിയുക, ചൊരിയുക. അവനിവിടെ ഉണ്ട്, അവനിവിടെ ഉണ്ട്, രക്ഷിതാവ് ഇവിടെ ഉണ്ട്, യേശു ഇവിടെ ഉണ്ട്. സ്വർഗമേ കനിയണമേ, ഈ സാധുക്കളുടെ നിലവിളിക്ക് ഇപ്പോൾ മറുപടി അയച്ചതിനായി നന്ദി. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. തീ വ്യാപരിക്കുന്നതാ, തീ വ്യാപരിക്കുന്നതാ. കേട്ടതിനും അധികമായി ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി. മാനവും മഹത്വം എടുത്തുകൊണ്ട് ദൈവം അങ്ങയുടെ മക്കളോട് കൂടെ പോകണം. എണ്ണയോ വെള്ളമോ പ്രാർത്ഥിക്കുന്ന എടുത്തുകൊള്ളാം. കർത്താവ് തൊട്ട് വിടുതലിൽ അംശമായി ഇപ്പോൾ മാറ്റിയതിനായി നന്ദി. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തു യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.